ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ കഠിനമായ വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ആലോചന, ദൈവശബ്ദം ഇതാണ്: നിങ്ങൾ ഇവിടെ കൊണ്ട് തീരുകയില്ല. നിങ്ങളുടെ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട്. നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. ദൈവത്തിന് നിങ്ങളുടെ വേദനകളിൽ നിന്ന് നിങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ, ഒരു പുതിയ ചരിത്രം ആരംഭിക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് 38 വർഷമായി രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ കടന്നു ചെല്ലുന്ന ഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. യേശു അവിടേക്ക് ചെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ മനുഷ്യൻ തൻ്റെ നിസ്സഹായാവസ്ഥ അവിടെ പങ്കുവെക്കുന്നു. എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഉള്ളിലാഗ്രഹമുണ്ട്, എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കണമെന്ന്. എനിക്ക് ഈ വേദന നിറഞ്ഞ, നിരാശ നിറഞ്ഞ ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് മുമ്പോട്ട് പോകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യമുള്ളപ്പോഴും സഹായിക്കാൻ ആരുമില്ലാതെ ഈ മനുഷ്യൻ വർഷങ്ങളോളം അതേ അവസ്ഥയിൽ ഒതുങ്ങിപ്പോയി. എന്നാൽ യേശു വന്നത് ആ വേദനയുടെ അനുഭവത്തിൽ നിന്ന്, ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, തൻ്റെ ജീവിതം 38 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കുളക്കടവിൽ ഒതുങ്ങിപ്പോയ സ്ഥാനത്ത് നിന്ന് യേശു ഒരു പുതിയ ചുവടിലേക്ക് അവനെ വിളിക്കുകയാണ്. എഴുന്നേൽക്കാം, നിൻ്റെ കിടക്കയെടുത്ത് നടക്കാം. ഇതുവരെ നിൻ്റെ ഭാവി ഇതാണെന്ന് നീ ചിന്തിച്ചെങ്കിൽ, ഈ കിടക്ക കൊണ്ട് നിൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചെങ്കിൽ, ദൈവം നിന്നെ വിളിക്കുന്നത് ആ കിടക്കയുമായി മുമ്പോട്ട് യാത്ര ചെയ്യാനാണ്. കാരണം നിൻ്റെ ഭാവി മുമ്പിലുണ്ട്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായത് കരുതിയിട്ടുണ്ട്. വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ദൈവം അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന സമയം വന്നിരിക്കുന്നു. ഈ ദൂത വിശ്വാസത്തോടെ സ്വീകരിക്കുക. ഇപ്പോൾ വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ മുറിവുകൾ, നിങ്ങൾ കടന്നുപോയ റിജക്ഷൻസ്, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ തകർച്ച, ജോലിയിലെ അവസ്ഥകൾ, പരാജയങ്ങൾ, കടഭാരങ്ങൾ എന്തുമാകട്ടെ, ആ വേദനയല്ല അവസാനമെന്ന് വിശ്വസിച്ച് ഇന്നു പകൽ പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നെ പുതുതായ ഒരു വഴിയിലേക്ക് നടത്തണമേ. ദൈവം അത് ചെയ്യും. വിശ്വസിച്ച് ഞാനും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്നു. പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.